ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. Pentacles, full energy, Queen of Cups, 6 of Pentacles, ഒരു കാർഡും കൂടി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ശരിക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ വ്യക്തിക്ക് ഒരു ദൈവവിശ്വാസമൊക്കെ കൂടിയതായിട്ട് കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു നിമിഷത്തിലൊക്കെ, ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് നല്ല ദൈവവിശ്വാസമുണ്ട്. ആൾ പലയിടത്തുനിന്നും അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ആൾ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആളുടെ സിറ്റുവേഷനിൽ ആളെന്തോ ഒരു അവസ്ഥയിലാണുള്ളത്. ആൾക്ക് അതിൽ നിന്ന് പുറത്തോട്ട് കിടക്കണം എന്നുള്ള ആഗ്രഹത്തിലാണുള്ളത്. ശരിക്കും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ആൾ, ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ആളുടെ കാര്യത്തിൽ ഒരു നീതി കിട്ടണം എന്നുള്ള ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നീതി വേണം. ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് കാണാം. മൂൺ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇവിടെ ചില സാഹചര്യത്തിൽ ഫിനാൻസിൽ എന്തോ ആൾ പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഫിനാൻസിൻ്റെ കടബാധ്യതയിൽ പെട്ടുകിടക്കുകയാണ്. ആൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആളിപ്പോൾ തളർന്നിരിക്കുകയാണ്. ആൾ ആരൊക്കെയോ ഭയപ്പെടുന്നുണ്ട്. ആളൊരു നീതിക്ക് വേണ്ടി ദൈവങ്ങളെ ഞാൻ പറഞ്ഞ ഇപ്പം അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കെല്ലാം പോയിട്ട് ആൾ എന്താ പറയുക, അങ്ങനെയാണ് കാണുന്നത്. ആൾ ഒരുപാട് ഗൈഡൻസ് ഒക്കെ തേടുന്നുണ്ട്. ആൾ ഇപ്പം പറയല്ലേ രാശി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആൾ ഇപ്പോൾ നോക്കുന്നുണ്ട്. ആളുടെ സിറ്റുവേഷനിൽ അതിജീവിക്കാനായിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ആൾ പ്രശ്നത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. ആൾക്കൊരു നീതി വേണം. ആൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് ഇതിൽ. പക്ഷേ ആൾ വിചാരിച്ചിടത്തൊന്നും എത്തുന്നില്ല. അപ്പോൾ ആൾക്കതൊരു വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. മാനസികമായിട്ട് ആൾ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ആൾ ഒരുപാട് എഫേർട്ട് എടുത്ത വ്യക്തിയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ വ്യക്തി എന്തോ ഒരു കാര്യത്തിൽ പെട്ടുപോയിട്ടുണ്ട് ആൾ കേട്ടോ. ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളോടുള്ള ഇഷ്ടത്തിനൊന്നും യാതൊരു കുറവില്ല. ഈ വ്യക്തിക്ക് കണ്ടില്ലേ, ഒരുപാട് ഇഷ്ടമുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ഈ വ്യക്തി ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവാം. ചില സാഹചര്യത്തിൽ ദേഷ്യം ഉണ്ടാവും. ദേഷ്യമല്ല, അത് ആളുടെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാവുന്ന ദേഷ്യമാണ്. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ദേഷ്യമുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അവരുടെ സ്ട്രെസ്സ് കൊണ്ടുള്ള ദേഷ്യമാണ് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. അവരുടെ സ്ട്രെസ്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർ പല പ്രശ്നത്തിലും പെട്ടിരിക്കുക ഇപ്പോൾ. അതുകൊണ്ടാണ് അവർക്കത്. എന്നിരുന്നാലും നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. നിങ്ങളെ ചില സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തി. നിങ്ങളിൽ നിന്നും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ആളുടെ പ്രശ്നമെല്ലാം നിങ്ങളെ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ടാവാം. ആൾക്കൊരു പ്രശ്നം വന്നാൽ തീർക്കുന്നത് നിങ്ങളടുത്താണ്. നിങ്ങൾക്കത് വലിയ വേദനയായിട്ട് തോന്നുന്നുണ്ടാവാം. നിങ്ങളുടെ അടുത്തുനിന്ന് സൈലൻ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടാവും ഈ സാഹചര്യത്തിൽ. ആൾ ചില സാഹചര്യത്തിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം, സൈലൻ്റ് ആവുന്നുണ്ടാവാം. ആൾ ഒന്നും
നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ഈ വ്യക്തി പലയിടങ്ങളിലും. ഇപ്പോഴും ആളൊരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഉള്ളത് കേട്ടോ. ആളൊരു സ്റ്റക്കാണ്. ആൾക്ക് തീരുമാനം എടുക്കാനോ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. നിങ്ങളെ മുന്നോട്ട് നിങ്ങളുമായിട്ട് പോകണമെന്ന് പോലും ഈ വ്യക്തിക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ മൈൻഡിലാണ് ഉള്ളത്. കാരണം ആളുടെ പ്രശ്നം അങ്ങനെയാണുള്ളത്, കാണുന്നത് അതാണ്. ആൾക്ക് ആളുടെ തന്നെ സിറ്റുവേഷനിൽ ആൾക്ക് ഫിനാൻസിൻ്റെ എല്ലാം ബുദ്ധിമുട്ടിൽ എന്തോ കടബാധ്യത മുന്നിൽ ചെന്ന് പെട്ട് ആൾക്കൊരു ഒന്നും ചെയ്യാൻ സാധിക്കാതെ ആളിങ്ങനെ വിഷമിച്ചും തളർന്നിരിക്കുന്ന, മാനസികമായിട്ട് ആൾ നേരിടുന്ന പ്രശ്നത്തിനിടയ്ക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ ആൾ കാണിക്കുന്നില്ല. പലപ്പോഴും അതൊക്കെ മറച്ചു വെച്ച് ആളുടെ ഇപ്പോൾ ഒരു സൈലൻ്റായിട്ട് മാറി നിൽക്കുക. നിങ്ങളുടെ അടുത്തുനിന്ന് പോലും ആൾ മാറി നിൽക്കുക. നിങ്ങളുടെ കാര്യത്തിൽ ആൾ ചിന്തിക്കുമ്പോൾ ആൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അതാ കാണുന്നത്. എന്നാൽ ഒട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് ആൾ കേട്ടോ. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാലൻസ് വരുത്താൻ ആളുടെ സിറ്റുവേഷനിൽ ആൾക്ക് ബാലൻസ് കൊണ്ടുവരണം. നിങ്ങളിലേക്കും ആൾക്ക് ബാലൻസ് വേണം. അപ്പോൾ എന്താ പറയുക, ആൾ ശരിക്കും ഒരു ബാലൻസാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പോലും ആൾക്കത് ആളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ട് ആൾക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നതിലൊക്കെ ആൾക്ക് നല്ല കുറ്റബോധമുണ്ട്. നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയ സ്ഥലങ്ങൾ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് പോയിട്ടും ആൾ നിങ്ങളെ നിരന്തരം അന്വേഷിക്കുന്നുണ്ട്. ആളുടെ എന്തൊക്കെ പ്രശ്നത്തിലാണെങ്കിലും മനസ്സൊക്കെയുള്ള നിങ്ങളിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആൾക്ക് ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു നിരാശയുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ഒരു നിരാശയുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ, അവരുടെ കരിയറിൽ ഒരു സക്സസ് വേണം. കരിയർ എന്തൊക്കെയോ ഒരു ബിസിനസ് എന്തോ തകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കടബാധ്യതയുണ്ട്. അപ്പോൾ ആളിപ്പോൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യാം. ആൾക്കൊരു ഭയം വന്നിട്ടുണ്ട്, നിങ്ങൾ നഷ്ടപ്പെടുമോ, ഈ ഒരു അവസ്ഥ കൂടിക്കൂടി വന്നാൽ അവിടെ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്കുണ്ട്. മനസ്സുകൊണ്ട് ഈ വ്യക്തി വിചാരിക്കുകയാണ്, ഇതിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ഇതിലൊരു സക്സസ് വേണം, അല്ലെങ്കിൽ ഇതൊരു പുതിയൊരു തുടക്കം വേണം, ഇതിലൊരു ന്യൂ ബിഗിനിങ് ആൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് ഇങ്ങനെ ആൾ തന്നെയാണ് പിണങ്ങിപ്പോയതും മാറി നിന്നതും നിങ്ങളെ ബ്ലോക്ക് ചെയ്തതും ഒക്കെ ആൾ തന്നെയാണ്. എന്നാൽ നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ആൻസർ തരാതെ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൾ നിങ്ങളുടെ അടുത്ത് ദേഷ്യമൊക്കെ കാണിച്ചിരിക്കുമ്പോഴും ആൾ നിങ്ങളുമൊത്തൊരു റിയൂണിയനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആൾ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം ഇതിലൊരു ചേഞ്ച് വരുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഈ ഒരു കണക്ഷനിൽ ചേഞ്ച് വരുമോ, ഈ വ്യക്തിയിൽ നിന്നും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്? ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ആൾ മാസ്ക് ഇട്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു മാസ്ക് ഇട്ട് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി ചേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ബട്ടർഫ്ലൈസിനെ പോലെ നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അരികിലേക്ക് ഒരു ബട്ടർഫ്ലൈസിനാകുമ്പോൾ എവിടെയും കയറി ചെല്ലല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അരികിലേക്ക് എത്താൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട്. ആളുടെ ഉദ്ദേശം അബണ്ടൻസ് ആണ്. ആളുടെ ലൈഫ് ആൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ സോൾമേറ്റ് ആണ്. പക്ഷേ ആൾക്ക് ഫിനാൻസിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത് കേട്ടോ. ഫിനാൻസാണ് ഇതിൽ മെയിൻ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ട് പോലും ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അവരുടെ പ്രശ്നത്തിലൊക്കെ ഒന്നെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യത്തിലായിരിക്കാം സ്ട്രെസ്സ്, അല്ലെങ്കിൽ കടബാധ്യത മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സായിരിക്കാം. അപ്പോൾ അങ്ങനെ പല പല സന്ദർഭത്തിലും ഈ വ്യക്തി ഒരുപാട് വേദന, ഒരുപാട് മാനസിക വിഷമം ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അതൊന്നും നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റാതെ സ്വയം നിങ്ങളിൽ നിന്നും ഒതുങ്ങി മാറി നിൽക്കുക, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം ആൾക്കത് രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതായത് നിങ്ങളെയും ഈ സമയത്ത് സ്നേഹിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ആളുടെ ഒരുപാട് പിരിമുറുക്കം, ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. അത് വല്ലാതെ ആൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. നിങ്ങളെ ചില സാഹചര്യത്തിൽ ആൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം, ദേഷ്യപ്പെടുന്നുണ്ടാവാം, സ്നേഹം ഉള്ളിൽ നിന്ന് തുറന്ന് കാണിക്കുന്നുണ്ടാവില്ല.
ആ സമയത്തെല്ലാം ആളൊരു മാസ്ക് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരു മാസ്കിൻ്റെ പുറത്തായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. മാസ്കാണത്. നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ള അവർ ഭയങ്കരമായിട്ട് സ്ട്രെസ്സും ഒരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും പുറമേ അവർ ചിരിച്ച് കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പുറമേ കാണുന്നത് മാത്രം. അവരുള്ളിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആവശ്യം തന്നെ അതുതന്നെയാണ്. എങ്ങനെയെങ്കിലും അബണ്ടൻസ് വേണം എന്നാഗ്രഹിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് സ്നേഹം ഇല്ലാതെ ഒന്നുമല്ല, ഒരുപാട് സ്നേഹമുണ്ട്. അവർക്ക് വേണം. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും പറ്റില്ല അവർക്ക്. എന്നാലും അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതായത് ബുദ്ധിമുട്ടിൽ ആ ഒരു അവസ്ഥ കൊണ്ട് അവർ ഇപ്പോൾ സ്വയം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവരുടെ സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. നമ്മൾ വീണ്ടും നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ പോലും അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ആലോചിക്കുകയാണ്, ഒരു ബട്ടർഫ്ലൈസിനെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാം. കാരണം ഇപ്പോഴത്തെ ഒരു മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങളെ വേണം ആ വ്യക്തിക്ക്. ഇതാണ് കാണുന്നത്. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാം. ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട്. 26 ജനുവരി ലോയർ ആയിരിക്കാം. ബ്ലൂ കളർ, പൂയം നക്ഷത്രം, തിരുവാതിര, സോഷ്യൽ വർക്കർ ആയിരിക്കാം. എസ് ആണ്, ലെറ്റർ എസ്. ഉത്രം നക്ഷത്രം, ചിത്തിര, ലെറ്റർ സെഡ് ആണ്. പുണർത്തം, ഏപ്രിൽ, ലെറ്റർ എഫ് ആണ് കിട്ടിയിരിക്കുന്നത്. ഫെബ്രുവരി, വൈറ്റ് കളർ, ജൂൺ റെഡ് കളർ, ജൂലൈ കൊല്ലം, അനിഴം 46 ആണ്. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ലെറ്റർ വൈ, ഗൾഫ് രാജ്യം, ജി ആണ്. ഡാൻസ് അറിയുന്നവരായിരിക്കാം. ലെറ്റർ എൻ ആണ്. യെല്ലോ കളർ, 23, ബ്ലൂ കളർ, 27, ക്യൂ എന്ന് ഇട്ടിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം. ഉത്രാടം 22. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.